ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിനുള്ള വായന 14 അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. അനുതാപവും നവജീവനും. ഇസ്രായേൽ, നിന്റെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരിക. നിന്റെ അകൃത്യങ്ങൾ മൂലമാണ് നിനക്ക് കാലിടറിയത്. കുറ്റം ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ അടുക്കലേക്ക് തിരിച്ചു വരിക. അവിടത്തോട് ഏറ്റുപറയുക, അകൃത്യങ്ങൾ അകറ്റണമേ. നന്മയായത് അവിടുന്ന് സ്വീകരിച്ചാലും ഞങ്ങളുടെ അധരഫലങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. അസ്രിയായ്ക്ക് ഞങ്ങളെ രക്ഷിക്കാനാവുകയില്ല. സവാരി ചെയ്യാൻ ഞങ്ങൾ കുതിരകളെ തേടുകയില്ല. ഞങ്ങളുടെ കരവേലകളെ ഞങ്ങൾ ദൈവമേ എന്ന് ഒരിക്കലും വിളിക്കുകയില്ല. അനാഥർ അങ്ങയിൽ കാരുണ്യം കണ്ടെത്തുന്നു. ഞാൻ അവരുടെ അവിശ്വസ്തതയുടെ മുറിവ് ഉണക്കും. ഞാൻ അവരുടെ മേൽ സ്നേഹം ചൊരിയും. ഇസ്രായേലിന് ഞാൻ തുഷാരബിന്ദു പോലെ ആയിരിക്കും. ലിലി പോലെ അവൻ പുഷ്പിക്കും. അവന്റെ ശാഖകൾ പടർന്ന് പന്തലിക്കും. അവന് ഒലിവിന്റെ മനോഹാരിതയും ലെബനോന്റെ പരിമളവും ഉണ്ടായിരിക്കും. അവൻ തിരിച്ചു വന്ന് എന്റെ തണലിൽ വസിക്കും. പൂന്തോട്ടം പോലെ അവർ പുഷ്പിക്കും. ലെബനോനിലെ വീഞ്ഞു പോലെ അവർ സൗരഭ്യം പരത്തും. എഫ്രായിം, വിഗ്രഹങ്ങളുമായി നിനക്കെന്ത് ബന്ധം? നിനക്ക് ഉത്തരമരുളുന്നതും സംരക്ഷിക്കുന്നതും ഞാനാണ്. നിത്യഹരിതമായ സരളമരം പോലെയാണ് ഞാൻ. നിനക്ക് ഫലം തരുന്നത് ഞാനാണ്. ജ്ഞാനമുള്ളവൻ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. വിവേകമുള്ളവർ ഇക്കാര്യങ്ങൾ അറിയട്ടെ. കർത്താവിന്റെ വഴികൾ ഋജുവാണ്. നീതിമാൻ അതിലൂടെ ചരിക്കുന്നു. പാപികൾ അവയിൽ കാലിടറി വീഴുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഹോസിയ പ്രവാചകനിലൂടെ 14 അധ്യായത്തിലൂടെ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും വീണ്ടെടുപ്പും മനസ്സിലാക്കി തരുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇസ്രായേലും എഫ്രായിമും യൂദായും വഴിതെറ്റിപ്പോയപ്പോൾ, ബിംബാരാധനകളിലേക്ക് പോയപ്പോൾ, മറ്റ് ബന്ധങ്ങളിലേക്ക് പോയപ്പോൾ അവരെയെല്ലാം തിരിച്ചു കൊണ്ടുവരുന്ന അങ്ങയുടെ കാരുണ്യത്തിന് നന്ദി പറയുന്നു. അതിനായി ദൈവമേ, അങ്ങാണ് പ്രവാചകന്മാരെ നിയോഗിച്ചത്. വചനഗ്രന്ഥങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. മനസ്സിനെ ശക്തിപ്പെടുത്തണമേ. ആത്മാവിനെ സമൃദ്ധമായി ഞങ്ങളിലേക്ക് ചൊരിയണമേ. മുറിവുകൾ ഉണക്കുകയും സ്നേഹം ചൊരിയുകയും ചെയ്യുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് ഹല്ലേലൂയ പാടുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെയും മുറിവുകൾ അങ്ങ് ഉണക്കണമേ. മാനസികമായി മുറിവുകളേറ്റ ധാരാളം മക്കള് ഞങ്ങളുടെ സമൂഹങ്ങളില്, സ്ഥാപനങ്ങളില് ഉണ്ട്. ശാരീരികമായി മുറിവേറ്റവരുണ്ട്. വർഷങ്ങളായിട്ട് സോറിയാസിസ് പിടിച്ച മക്കളെ സമർപ്പിക്കുന്നു. കുഷ്ഠരോഗിയുടെ അരിയിലേക്ക് ചെന്നല്ലോ, എനിക്ക് മനസ്സുണ്ട് നിന്നെ ശുദ്ധനാക്കാൻ എന്ന് പറഞ്ഞു. യേശുവേ, ഗുരുവേ, ഞങ്ങളിൽ കനിയണമേ എന്ന് വിളിച്ചപേക്ഷിച്ച ആ അന്ധരുടെ കണ്ണുകളെ സ്പർശിച്ച യേശുവേ, ഞങ്ങളുടെ എല്ലാം ഉൾക്കണ്ണുകളെയും ബാഹ്യ കണ്ണുകളെയും സ്പർശിക്കണമേ. വചനം പങ്കുവയ്ക്കുന്നവരും വചനം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്നവരുമാക്കി ഞങ്ങളെ മാറ്റണമേ. എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ വന്ദനം പറയുന്നു. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും സ്നേഹമുള്ളവരെ, ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് കൊടുക്കണം. എൻ്റെ പേര് സണ്ണി വർഗീസ് പുൽപ്പറമ്പിൽ എന്നാണ്.
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വചനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴമായി വേരൂന്നട്ടെ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.